പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദിവസങ്ങളൊക്കെ തെറ്റിയില്ലേ? ഞായറാഴ്ച എന്നുള്ളത് ചിലപ്പോൾ തിങ്കളാഴ്ച, ചിലപ്പോൾ വെള്ളിയാഴ്ച, ചിലപ്പോൾ ശനിയാഴ്ച. ഒഴിവിനനുസരിച്ചിട്ടാണ് വീഡിയോകൾ ഇങ്ങനത്തെ ഈ വീഡിയോക്ക് എടുക്കുന്നത് കേട്ടോ. ഏത് ദിവസം ഇട്ടാലൊക്കെ കണക്കല്ലേ, കാണുന്നവരെ ഏത് ദിവസം ഇട്ടാലും കാണും. അപ്പം ഇന്ന ദിവസം ഇന്നത് അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അജീഷ് VC, നമസ്കാരം. അജുവണ്ണൻ പാണ്ടിപ്പടയിൽ ദിലീപ് മുളകച്ചാർ ടേസ്റ്റ് ചെയ്യണ പോലെയാണ്. ഒട്ടും എരിവില്ല സരിതേ. പിന്നെന്താ ചേട്ടൻ്റെ മുഖം ചോന്നിരിക്കണേ? അവസാനം സരിതേ, ഞാൻ പോയി നാവ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വരാം. അതെ, മുളക് ബജിയുടെ ആ എരിവുള്ള കടുത്ത എരിവായിരുന്നു. അത് ചള്ള് മുളക്, അതായത് മൂപ്പ് കുറഞ്ഞ മുളകൾ ചെറുത് വാങ്ങിക്കേണ്ടതായിരുന്നു എന്ന് കമൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല അത് പൊളിച്ചതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞതാ. കുരുവൊക്കെ കളഞ്ഞിട്ട് അത് ഉപ്പ് വെള്ളത്തിലിട്ടേക്കണം, പുളിവെള്ളത്തിലിട്ടേക്കണം. ചിലർ വേണം തിളച്ച വെള്ളത്തിലിട്ടേക്കണം എന്നൊക്കെ. തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വേവും തോന്നും. അപ്പം ഇങ്ങനെ അലിഞ്ഞ പോലെയാവില്ലേ? അത് മെയിനായിട്ട് മൂപ്പ് കുറഞ്ഞ വലിയ മുളകായി, ഏകദേശം ഇത്രയ്ക്ക് പോകുന്ന മുളകളായി വരുന്നത്. ചെറിയ മുളകൾ വാങ്ങിക്കണ്ടായിരുന്നു, ബജി മുളക്. പിന്നെ ഇത്രയ്ക്ക് വലിപ്പമുള്ള മുളക് കൊടുത്തു കഴിഞ്ഞാൽ മുതലാവില്ല. പിന്നെ ഒരു വട്ടം കഴിച്ചു, പിന്നെ ആ കടര പരിസരത്ത് പോലും വരില്ല അവര്. പിന്നെ അത് മാത്രല്ല, ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളതും മുളക് സബോള കൂട്ടി പുളിയൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതും. എൻ്റെ ഓർമ്മയിൽ മറ്റേ കായ ബജ്ജിയില്ലേ, അതിലേക്ക് ഈ ചമ്മന്തിയാണല്ലോ ഉണ്ടാക്കുക. ആ ഓർമ്മയിൽ ഉണ്ടാക്കി. ഇതിലേക്ക് പക്ഷെ വേണ്ടത് ടൊമാറ്റോ സോസായിരുന്നു, കെച്ചപ്പായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു പുളി മധുരത്തിലും കൂട്ടിയിട്ട് ചേർത്ത് കഴിക്കുമ്പോഴേ അത്രയ്ക്ക് എരിവ് ഫീൽ ചെയ്യില്ലായിരുന്നു. അടുത്തത് മെഹബൂബ് ആർ എൻ. ഹായ് അജു, സരിത ആൻഡ് ജഗ്ഗു. മുളക് ബജ്ജി വീഡിയോ സൂപ്പർ. ബജ്ജി ടേസ്റ്റ് ചെയ്യാനായി 3 ആളും ഇരുന്ന് ഫസ്റ്റ് കടിയിൽ തന്നെ സരിത എരിവാണെന്ന് പറഞ്ഞപ്പോൾ മെല്ലെ സ്കൂട്ടായി കസേരയിലേക്ക് പിൻവലിഞ്ഞ ജഗ്ഗുവാണ് താരം. സ്നേഹത്തോടെ. ജഗ്ഗുവിനല്ലെങ്കിൽ ഇത് ഇഷ്ടമായില്ല, ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് മോന്തി വീർപ്പിച്ചിട്ടാണ് വന്നിരിക്കണ്ടായിരുന്നത്. അവന് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലും വെറുതെ ഇത്തിരി ഒന്ന് കടിച്ച് നോക്കുന്നിട്ടാണ് വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇത് കടിച്ചപ്പോഴാണ് എൻ്റെ പ്രകടനം കണ്ടോടുകൂടി ആകുമ്പോൾ അതൊക്കെ വലിഞ്ഞു. അടുത്തത് ജിബിൻ KT. നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ. അജുബായ് ശരിക്കും ഒരു നാച്ചുറൽ മനുഷ്യനാണ്. പക്ഷെ ഇപ്പോൾ ചില ഡയലോഗുകൾ കേൾക്കുമ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന പോലെ തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം മാത്രം. ചിലപ്പോൾ ഇങ്ങനെ നിരന്തരമായി വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതാവില്ല. അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പറയാറില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളാവും. വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിലേ പിന്നെ അത് മനസ്സിലാവും, ആളുകൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കരമായിട്ട് കൃത്രിമത്വം മുളച്ചു നിൽക്കും. ഞങ്ങളിപ്പോൾ മുന്നൊക്കെ ഒരു വീഡിയോ എടുക്കണേൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ പറയാ, അപ്പം ഇങ്ങനെ പറയാന്നൊക്കെ. പക്ഷേ വീഡിയോ അത് ക്യാമറ അങ്ങോട്ട് ഓണായ ചേട്ടനെല്ലാം തലതിരിയും. അത് കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ അത് ചെയ്യാറില്ല. ഒരു വട്ടം ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. മുൻപ് അത് വേറെ ഒരു വീഡിയോ വേറെ എവിടേക്കോ പോയിട്ട് ഒരു എന്തുട്ടിനെ കുറിച്ച് അവതരിപ്പിക്കാനുള്ളതാ. അപ്പം മുന്നേ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം ആ വീഡിയോ പറയാനായിട്ട് എടുക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അതിനെ കുറിച്ചിട്ടൊക്കെ നോക്കിയതാ. പക്ഷെ അത് ആകെ ഇതായി. ഇവിടെ എടുക്കണ വ്ളോഗൊന്നും അങ്ങനെ ചിന്തിക്കാറ് പോലും ഇല്ല. ഞാൻ ചില വീഡിയോ ചോദിക്കും ചേട്ടനോട്, ചേട്ടാ ഇത് എന്തുട്ടാ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, എന്തുട്ടാ നമ്മൾ ചെയ്യാൻ പോണേ? നീ കണ്ടന്റിനെ കുറിച്ച് ആലോചിക്കണ്ട, നീ വരിക എൻ്റെ കൂടെ നിൽക്കുക, കണ്ടന്റ് ഒക്കെ തന്നെ വരും എന്ന് പറയും. അതുപോലെ എന്തെങ്കിലും വരും. അടുത്തത് ജിസ്മിത് തോമസ്. സരിത, എനിക്ക് നിങ്ങളെ 3 പേരെയും വലിയ ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് ഇഷ്ടമായി. സരിതയുടെ പാട്ട് വളരെ നന്നായി. പാട്ടിൻ്റെ അവസാനം അജുവിൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കാമായിരുന്നു. 2 പേരുടെ ഡ്രസ്സിൻ്റെ കളറും അടിപൊളി. മഴമുകിൽ ചിത്രവേല ഒന്നുകൂടി പാടാമോ? എൻ്റെ പേര് സീന. അപ്പം സന്തോഷം. പാട്. അത് കോപ്പിറൈറ്റ് വരുമോ? ആദ്യത്തെ 4 പേര് മാത്രം പാടല്ലേ? അതേപോലെ തന്നെ പാടിയാൽ മതി. അല്ല, ആദ്യത്തെ 4 പേര് മാത്രം പാടാം. അത് മറ്റേ മുദ്ര എന്ന് പറഞ്ഞ സിനിമയിലത്തെ ജയഭാരതിയും നസീറാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ട, ഇനി അത് പുരാണം പറയായിരിക്കുള്ളൂ. മഴമുകിൽ ചിത്രവേല മകയിരം ഞാറ്റുവേല മരതക പട്ടൊടുക്കാനൊരുങ്ങുന്ന വയലേല മനസ്സിൽ നിൻ മനസ്സാം മലർച്ചെടി പാകി മറക്കുവതെങ്ങിനെ ഞാൻ ആ പുലരി മറക്കുവതെങ്ങിനെ ഞാൻ. ഓക്കെ,
അടുത്തത് അച്ചു 14 Pro Max. ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ, ബിഗ് ബോസിൽ നിന്ന് വിളിച്ചാൽ പോകുമോ? ഇനി പോവില്ല. ജഗ്ഗുവിന് എന്ത് പറ്റി? അവൻ ഹാപ്പി അല്ല, എന്തോ ആലോചനയിലാണല്ലോ കുട്ടാപ്പി. ഞാൻ പറഞ്ഞില്ലേ അവന് ഈ മുളക് ബജ്ജി ഇഷ്ടമല്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല, എനിക്കത് കഴിച്ച് നോക്കണ്ട, വേണ്ടാന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, മധുരമുള്ള സാധനങ്ങളൊക്കെ അലുവ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ച് അവന് വരാൻ ഇഷ്ടമില്ല, വേറെ ഇഷ്ടമില്ലാത്ത സാധനമാണല്ലോ. അല്ലാത്തതിന് തന്നെ ഓടി വരും. മറ്റേത് കണ്ടില്ലേ, ഏത് ചന്ന മസാല, അതൊക്കെ ഇഷ്ടമുള്ള സാധനമാകുമ്പോൾ തന്നെ എടുത്ത് കഴിച്ചോളും. അടുത്തത് വൈജയന്തി മനോഹരൻ. ഇഷ്ടമില്ലാത്ത പാട്ട് പ്രിയ പത്നി പാടിയപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായി. ബജ്ജി എണ്ണയിലിട്ട് മുക്കടി എന്നീ എഴുതിയേക്കണേ, അങ്ങനെയല്ല മുക്രി എന്നാണ് പറഞ്ഞോടുന്നത്. സരിത ഒരു കടി പതുക്കെ കടിച്ച് താഴെ വെക്കുന്ന സീൻ. അജു പിടിച്ചു വാങ്ങി കഴിക്കാൻ നേരം ജഗ്ഗു നൈസിൽ നീങ്ങുന്ന കണ്ട് ചിരിച്ച് വയ്യാണ്ടായി. പൊട്ടിച്ചിരിക്കാന്ന് പറയില്ലേ, അതുപോലെ ചിരിച്ചു വന്ന്. ഓ മൈ ഗോഡ്, ചിരിച്ചാൽ ആയുസ് കൂടുന്നു പറയും. ഈ കണക്കിന് പോയാൽ നിങ്ങളുടെ വീഡിയോ കണ്ട ആയുസ് 100 കിടക്കുന്നു. നല്ല കാര്യം, സന്തോഷം. അടുത്തത് ടോമെൽദോ. അല്ലെങ്കിലേ നിങ്ങളുടെ പറമ്പിൻ്റെ സൈഡിലുള്ള ആ ഓടിട്ട വീട് കാണുമ്പോൾ എനിക്ക് മണിച്ചിത്രത്താഴെ രാമനാഥനെയും വരുവാനില്ലാരുമേ എന്ന പാട്ട് ഓർമ്മ വരും. ആ സിനിമയിലും ആ വീടിൻ്റെ മുൻഭാഗം കാണിക്കാറില്ല. ഇന്നിപ്പോൾ പൂർത്തിയായി. നാഗവല്ലിയെയും കാർന്നവരെയും കൂടി കണ്ടു. റെസിപ്പി നല്ലതായിരുന്നു. സാധാരണ മുളക് ബജ്ജി മുളകിൽ ഇത്രയും വലുപ്പം ഉണ്ടാവാറില്ല, എരിവൊട്ടും ഉണ്ടാവാറില്ല. ഇതേതോ സങ്കര ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ജഗ്ഗു മിടുക്കൻ, സിറ്റുവേഷൻ മനസ്സിലാക്കി സേഫായിരുന്നു. ടൊമാറ്റോ സോസ് കൂട്ടി കഴിച്ചാൽ എരിവ് കുറഞ്ഞ. അത് ശരിയാ. അടുത്തത് ഷാലൂസ് ഡ്രീംഫുൾ തോട്ട്സ്. അല്ലെങ്കിലേ എരിഞ്ഞൊരു വിധത്തിൽ ക്യാമറയുടെ മുമ്പിൽ കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേ സരിതേച്ച് ആ തൊലിയും പറിച്ചുകൊണ്ട് പോകുന്നു. ചിരിച്ചൊരു വിധമായി. അതിൻ്റെ പുറം പാത സാധനം ഞാൻ അതുമാതിരി തന്നെ അവിടെ ഒട്ടിച്ച് വെച്ചു കൊടുത്തു. ഞാൻ എടുത്തില്ല, ദേ എടുത്തോണ്ടോണു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ. അടുത്ത ആവണിയമ്മു. ഇന്നത്തെ സംസാരം മൊത്തം കോമഡി. മുക്കടി അതിൻ്റെ തലയ്ക്ക് പിടിച്ച് മുക്ക്. മുളകിൻ്റെ എരിവ് കാരണം സരിതേച്ചിയുടെ കിളി പോയി. സുരാജ് ഏതോ സിനിമയിൽ ഇരിക്കുന്ന പോലെയുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കുറേ ചിരിച്ചു. സരിതയുടെ പാട്ട് പിന്നെ പറയണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട്. അജുവേട്ടൻ കൊച്ചു കള്ളൻ. ഇന്ന് വരെ ഇഷ്ടപ്പെടാത്ത പാട്ട്. സരിത കുറച്ച് റൊമാൻറ്റിക് ആയി പാടിയപ്പോൾ അങ്ങ് വീണ് പോയി. ആ സിനിമയിലത്തെ സോമനും ജയഭാരതി എന്നുണ്ടല്ലേ, അത് പാട്ട് സീൻ കാണുമ്പോൾ അല്ല നസീറും ജയഭാരതിയും. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ മുദ്ര എന്ന് പറഞ്ഞ സിനിമ ഞാൻ പറഞ്ഞൊരു സാധനം ചേട്ടൻ ശ്രദ്ധിക്കാറുള്ളത്. കാരണം ഇപ്പൊ തന്നെ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടുള്ള പറയാം സോമനും ജയഭാരതി. സോമനും ജയഭാരതിയുള്ള പാട്ട് സോമനും ജയഭാരതി പറഞ്ഞില്ലേ ഒരു ആ പാട്ട് സീൻ കാണുമ്പോ തന്നെ നല്ല പാട്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ പാട്ട് സീൻ കാണുമ്പോ. പോട്ടെ, എന്തായാലും ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് രജീഷ് വി നായർ. ചെറിയേട്ടൻ്റെ അവിടെ ഉണ്ടാവൂലേ മുളക് ബജ്ജിയൊക്കെ ഉണ്ടാകുന്ന മുളക് ചെടികൾ ഉണ്ടോ ചെറിയേട്ടൻ്റെ തോട്ടത്തിൽ? സരിത അജുബായുടെ കൂടി വെള്ളികളായി. ഞാൻ അങ്ങനെയാ പറഞ്ഞേ, ചെറിയേട്ടൻ്റെ വീട്ടില് മുളക് ബജ്ജി ഉണ്ടോന്ന് പറഞ്ഞ ബജ്ജി മുളക് ഉണ്ടോന്നല്ല ഞാൻ പറഞ്ഞാവോ, സോറി. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗന്ദര്യം എന്നാണല്ലോ പറയാ. സൗന്ദര്യമല്ല, സൗരഭ്യം. മുല്ലപ്പൂമ്പൊടി ചേട്ടന്റെ കൂടെ കൂടിയപ്പോ എനിക്കും അങ്ങനെ ഇത് വരുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അടുത്തത് ആദർശ് പണിക്കർ. കൊള്ളാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതാണ്ട് അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്ത് പ്രചാരം തുടങ്ങിയ പുലാവ് അവസാനം നമ്മുടെ പ്രിയപ്പെട്ട ആസ്ഥാന പാചകാചാര്യൻ അജുവേട്ടൻ സ്വയംകൃതമായി സൃഷ്ടിച്ച അതിമനോഹരമായ രുചിയുള്ള പുലാവ്. സൂപ്പർ. അജുവേട്ടൻ്റെ തമാശയിൽ പ്രേക്ഷകർ മുഴുകിയപ്പോൾ വറുത്തരച്ച ചക്ക സരിതയുടെ നാവിൽ ഭദ്രമായി എത്തി. ചക്ക പുലാവ് കഴിച്ചിട്ടില്ലെങ്കിലും പുലാവിൻ്റെ സ്വാദ് വല്ലാതെ കൊതിപ്പിക്കുന്നു എന്ന് എല്ലാവരെയും പോലെ തന്നെ ഹരിപ്പാടുള്ള ഒരു പ്രേക്ഷകനും. രുചി 100 എന്നുള്ളത് പരമസത്യം. പിന്നെ തെളിഞ്ഞ കാലാവസ്ഥ, മനോഹരമായ അന്തരീക്ഷം, വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടി, പിന്നെ സുജിതയും കൂടി എത്തിയതോടെ ചിരിയുടെ മാലപ്പടക്കം പൊട്ടി. വീഡിയോയ്ക്ക് മനോഹരമായ ശുഭസമാപ്തി. വീഡിയോയിൽ പങ്കെടുത്ത 3 പേർക്ക് അഭിനന്ദനങ്ങൾ. മറഞ്ഞു നിന്ന് രുചി നുകർന്ന ക്യാമറാമാനും ആശംസകൾ. ഹാപ്പി, ഇഷ്ടം, സ്നേഹം. പണിക്കർ. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമായിരുന്നു ചക്കപ്പുലാവ്. അടുത്തത് സുമം. ചക്ക ബിരിയാണി പൊളിച്ചോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിരിയാണി കാണുന്നത്. എന്തായാലും ഹാപ്പി വീഡിയോ. പുഷ്പ സുന്ദരൻ. അടുത്ത് കേട്ടാ. ഈ വീട്ടിൽ ഏത് ശബ്ദവും തമാശയാകുന്നു, സന്തോഷം നൽകുന്നു. അപ്പോൾ ദേ വരുന്നു സഹായിക്കാൻ വരുന്ന ആളും അതുക്ക് മേലെ മാസ്. ഇനി എല്ലാ എപ്പിസോഡിലും സുജിത വേണം. സുജിത ഒരു 5-6 ദിവസം ഒരു ദിവസമൊക്കെ വരേണ്ട ആവശ്യം വരണുള്ളൂ. ഇങ്ങനെ ഭയങ്കരമായിട്ട് പുല്ലിലൊക്കെ ഇങ്ങനെ ചവറ് വരുമ്പോഴാണ് വരുന്നത്. ബാക്കി സ്ഥലത്ത് ഞാൻ അടിച്ചു വരും. അടുത്തത് ബിന്ദു സുന്ദരൻ. ഹായ്, ഇന്നത്തെ വീഡിയോ
ഇന്നത്തെ വിഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. എങ്കിലും മഴക്കാലം തുടങ്ങിയ സമയം മുതൽ കാണണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം കാണാൻ കഴിഞ്ഞു, അജുവിൻ്റെ ഫ്ലാറ്റ്. പക്ഷെ അവിടെ വരാറുള്ള മഴ മുന്നറിയിപ്പ് മാത്രം കണ്ടില്ല. സുജിതയും വ്ളോഗ് എടുക്കാൻ പഠിച്ചു കേട്ടോ. കൊള്ളാം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഫ്ലാറ്റ് കാണിച്ചു കൊടുത്തോടി. അടുത്തത് ഹരിഹര അയ്യർ. ഈ ബിരിയാണി ആദ്യമായിട്ടാണ് കാണുന്നത്. ചക്ക സ്പെഷ്യൽ. നമ്മൾ ചക്ക വിട്ടൊരു കളിയില്ലാട്ടാ. പിന്നെ എന്തായാലും സന്തോഷം. മണ്ണുത്തി നിങ്ങളുടെ വീടിൻ്റെ അടുത്താണോ? അതെ, ഇവിടെ 5 കിലോമീറ്റർ. മഴ വരണ്ട. ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. അയ്യപ്പൻ്റെ അമ്പലത്തിലും താണിക്കുടത്ത അമ്മ അമ്പലത്തിലും. ധർമ്മദൈവമാണ് ഞങ്ങളുടെ. നമ്മുടെ അടുത്താ. സനോജ് ടി അർജുനൻ. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അവസാനത്തെ സുജിത ചേച്ചിയുടെ ഡയലോഗ് കലക്കി. എന്ത് ഐറ്റംസ് പഫി ഫീൽ കിട്ടണമെങ്കിൽ പകുതി വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ബിരിയാണി, പുലാവ് പോലുള്ള ഫുഡുകളിൽ ചേർക്കുന്ന സാധനങ്ങൾ. പുലാവ് വയ്ക്കുമ്പോൾ നല്ലത് അരി വേവിച്ച് ഊറ്റിയിടുന്നതാണ്. അപ്പോൾ ചേട്ടൻ ചെയ്ത 2 കാര്യമാണ് ശരിയെന്നാണ് സനോജ് പറയണത്. ഈ 2 കാര്യം എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ആണല്ലോ പറഞ്ഞത്. അങ്ങനെ ചേട്ടൻ സിമ്പിളായി തുടങ്ങിയ റെസിപ്പി കഴിച്ചു വന്നപ്പോൾ എല്ലാവരും ഹമ്പിളായി. ശരിക്കും സ്നേഹം മാത്രം. ചേട്ടാ, ചേച്ചി, ജഗൂസ്. അടുത്തത് വാസിനി ഉഷ. അജു ഏണിയിൽ കയറുന്ന കാണുമ്പോൾ പേടിയാകും. മതിലും പായൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചവിട്ടുമ്പോൾ കാൽ വഴുതാൻ സാധ്യതയുണ്ട്. ഏണിയിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോഴും സരിത ഒന്ന് ഏണിയിൽ അമർത്തി പിടിച്ചിരുന്നാൽ ഏണി തെന്നി മാറില്ല. അപകടം പിടിച്ച പരിപാടിയാണ്. കാണുന്ന നമുക്ക് നെഞ്ചെടുപ്പ് കൂടും. നിങ്ങളുടെ വീഡിയോ കാണാൻ എന്ത് രസമാണ്. അറിയാൻ ചിരിച്ച് ചിരിച്ച് ഉപ്പാട് വരും. ഒരു ആപത്തും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കോണിക്ക് അടിയിൽ പിടിക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്ക് മറ്റേ സ്ക്വയർ പൈപ്പാണ്. ശരിക്കും അതിൽ അമർന്നിരിക്കും. മറ്റേ കോണിയാണെങ്കിലാണ് സ്ലിപ്പ് ഇറങ്ങി പോവുക. ഇത് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ബലമാണ്. ധൈര്യമായിട്ട് നമുക്ക് ഓടി കയറാം. അങ്ങനത്തെ കുഴപ്പമില്ല. പിന്നെ അതിന് ആ വലിയ ഉയരത്തില്ലേ നമ്മൾ മാക്സിമം പേടിയൊന്നുമില്ല. ഇല്ല, ഒരു അപകടം പറ്റില്ല. അടുത്ത് കമലാബായി. അജു ചക്ക നന്നാക്കുന്ന കാണുമ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് ചക്ക വെട്ടി ചുള പറിച്ച് ചവണിയൊക്കെ കളഞ്ഞ് പാത്രത്തിൽ ഇട്ട് വെക്കും. ഞാൻ അതെടുത്ത് അരിഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ ആൾ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ചേച്ചിക്ക് ഓർമ്മ ഒന്നുണ്ട് ഭർത്താവ് ചെയ്തു തരണം. അടുത്തത് കുഞ്ഞാവ പാലപ്പെട്ടി. നിങ്ങൾ ആ സീമ ചേച്ചിയുടെ വർത്താനം പറച്ചിലും കളിച്ചിരി തമാശകളുള്ള വീഡിയോ ചെയ്യുമോ? അതിനെ കൊണ്ട് കൂടുതലൊന്ന് വർത്താനം പറയിക്കണേ. അവരോടുള്ള ഇഷ്ടം കൊണ്ടും അറിയാനുള്ള ആകാംക്ഷ കൊണ്ടുമാണ്. അത് വല്ല ക്യാമറ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരും, എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട്. ക്യാമറ കണ്ടാൽ ചേച്ചി ഇങ്ങനെ ഇരിക്കുള്ളൂ. ചിരിക്കുമ്പോൾ പല്ല് വരെ പുറത്തേക്ക് കാണിക്കാത്ത പോലെ അത്രയും ഇതിലായിരിക്കുള്ളൂ. അല്ലാതെ സമയത്ത് വർത്താനം തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. ഞാനൊക്കെ 5 മിനിറ്റ് വർത്താനം എന്തെങ്കിലും ഒരു കാര്യത്തിനവിടെ പോയാൽ പിന്നെ 2 മണിക്കൂർ ഞാനവിടെ പെടും. അതുപോലെ ചേച്ചിയും വല്ല 5 മിനിറ്റ് കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടാവുക. പിന്നെ അവസാനം അല്ല ചേട്ടാ അന്വേഷിച്ച് വരും. ചേച്ചിനെ കളാണ്ടാകുമ്പോൾ ഇവിടുന്ന് പോവില്ല വർത്താനം പറഞ്ഞിട്ട്. അങ്ങനെയാണ്. ചേച്ചി വർത്താനം പറയാത്ത ആളൊന്നല്ല. അടുത്ത ABC. അജുവിൻ്റെ അറിവിന് പൊട്ട സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. നിങ്ങളുടെ ഈ ചാനൽ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ കാണുന്നതാണ്. തൃശ്ശൂക്കാരനായതുകൊണ്ട് എന്തും സംസാരിക്കാം എന്നൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ അണ്ടി മൂത്തു എന്നൊക്കെ പറഞ്ഞാൽ പച്ചത്തെറിയാണ്. ദയവായി ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കാതിരിക്കുക. സരിത എത്ര പറഞ്ഞു തന്നു കഴിഞ്ഞാലും നിങ്ങൾ വെറും പുച്ഛമായിട്ടാണ് എടുക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നിട്ടൊരു മേമ്പൊടിയും ഇടും ഞങ്ങൾ തൃശ്ശൂക്കാരാണെന്ന്. ദയവായി മലയാളം ഭാഷ സൂക്ഷിച്ചു ഉപയോഗിക്കുക. ഇവിടെ തൃശ്ശൂരുള്ള ഒരു കശു വണ്ടി പരിപ്പ് എന്ന് പറയാറില്ല. അണ്ടിപ്പരിപ്പ് എന്ന് പറയാലോ. കശുനണ്ടി ഉണ്ട്. കശുനണ്ടി എന്ന് പറയും ചിലവർ. കശുനണ്ടി എന്ന് പറയും. ആ കശുനണ്ടി പറക്കാൻ പോകാറെന്ന് പറയും. അണ്ടി പറക്കാൻ പോകാറെന്ന് പറയും. അങ്ങനെയാണ് പറയും. മാങ്ങാര ഇതിനാകുമ്പോൾ മാങ്ങണ്ടി പറക്കാൻ പോകാറെന്ന് പറയും. അങ്ങനെയാണ് ചില വാക്കുകൾക്ക് ചില ആ വേഗത്തിൽ പറയുന്ന ഒഴുക്കിനനുസരിച്ചിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് ഇതൊരു തെറിയ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു നല്ല ഭാഷയാണ് തൃശ്ശൂര്. പിന്നെ നമ്മളെ പറഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞ് ശീലിച്ച വാക്കുണ്ടാവില്ല. അപ്പൊ വേറൊരു നാട്ടിൽ അത് തെറിയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾക്കത് വരില്ല പെട്ടെന്ന്. നമ്മളത് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാകുമ്പോഴേ നമ്മളെ വേപ്പല എന്ന് പറയും. അപ്പൊ കറിവേപ്പില എന്ന് പറയും. ഈ പുട്ടിനെ പൂട്ട് എന്ന് പറയണത്. അതുപോലെ എന്തുട്ടാ അങ്ങനെ കുറേ സാധനം. മുളകിനെ മിളക് എന്ന് പറയണത്. ഇതൊക്കെ നമ്മൾ ജനിച്ചപ്പോഴേ തൊട്ട് ഇങ്ങനെ ശീലിച്ചു വന്നിട്ടേ പറഞ്ഞ് നമുക്കതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പാടാ. അടുത്തത് ജോഷി ബെനഡിക്റ്റ്. വെറുതെ കുഞ്ചാക്കോ ബോബൻ്റെ പേര് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ചാക്കോച്ചന് ഇഷ്ടമില്ലെങ്കിൽ അത് വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. മലയാള സിനിമയിലെ നല്ല നടനും മാന്യനുമായ വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. ആരാണ് മാന്യനല്ലാത്ത വ്യക്തിയുള്ളത് മലയാള സിനിമയിൽ? എന്നെപ്പോലെ ചാക്കോച്ചന് ഇഷ്ടപ്പെടുന്നവർ ആരാധകർ ധാരാളമുണ്ട്. നിങ്ങളുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ആൾ എന്ന നിലയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചാക്കോച്ചന് ഇഷ്ടമില്ലെങ്കിൽ അത് വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭയങ്കര ആരാധന ഉണ്ടോന്നാ ചോദിച്ച ചേട്ടൻ എന്നോട്. ഭയങ്കര ആരാധന ഇല്ല എനിക്ക്. അത് സത്യമാണ്. ഇഷ്ടമാണ്. എല്ലാ സിനിമകളും അതന്നെ. നിറമൊക്കെ എത്ര വട്ടം കണ്ടിട്ടുണ്ട്. അനീതി പ്രാവ് നിറമൊക്കെ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? ഒരുമാതിരി
സിനിമകളൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഭയങ്കര ആരാധന ഉണ്ടോ ചേട്ടൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരാധന ഇല്ല എന്ന് പറഞ്ഞു. നമുക്കിങ്ങനെ ചിലരോട് ഭയങ്കര ഇഷ്ടം തോന്നില്ല, ഭയങ്കര ആരാധന തോന്നില്ല, അങ്ങനെ തോന്നിയിട്ടില്ല എന്നാ പറഞ്ഞേട്ടാ. അടുത്തത് SKJ. മഴക്കാലമായാൽ ചക്കയ്ക്ക് മാർക്കറ്റിൽ വിലയില്ലെങ്കിലും ഓരോ എപ്പിസോഡിൽ കൂടെ ഓരോ ചക്ക കറി വിറ്റാൽ സ്വർണത്തിനേക്കാളും വലിയ വിലയാണ് യൂട്യൂബ് വഴി വരുന്നത്. ഇനി 8 ദിവസത്തെ ചക്ക കൂടെ ഉണ്ടെങ്കിൽ വീണ്ടും 8 എപ്പിസോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ മാങ്ങണ്ടിയും തിലാപ്പിയുടെയും ആയുർവേദ കഞ്ഞികളുടെയും ഒരു വരവാണ്. ഓരോരോ കഷ്ടപ്പാടുകളെ. ശരിയാണ്, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ കഷ്ടപ്പാട്, ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അല്ലേ. ചക്ക കഴിഞ്ഞിട്ട് നമുക്ക് ചക്കകൾ മുഴുവൻ വീണ് പോവാ. ചക്ക കഴിഞ്ഞിട്ട് പിന്നെ ചക്കയുടെ വല്ല റെസിപ്പി ഇടാൻ പറ്റുമോ? ചക്ക ഉള്ളപ്പോഴല്ലേ അതിന്റെ റെസിപ്പി ഇടാൻ പറ്റുള്ളൂ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് കിട്ടുന്ന സാധനങ്ങൾ, ഇപ്പൊ കൂർക്കയുടെ സീസൺ ആകുമ്പോൾ കൂർക്കയുടെ വല്ല സാധനങ്ങൾ, അപ്പൊ ചക്കയുടെ ഇത് ഇടുമ്പോ ചക്ക വീട്ടിലുള്ളവർക്ക് അത് പരീക്ഷിക്കാനും പറ്റും. അതില്ലാത്ത സമയത്ത് നമ്മളിപ്പോ ചക്കയൊക്കെ എടുത്തു വെച്ചു. കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചക്ക ചോള പറിച്ച് ഫ്രീസറിലാക്കി വെക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മളത് ചക്ക കിട്ടാത്തൊരു സമയത്ത് നമ്മൾ എടുത്ത് കാണിച്ചത് കാണുന്നവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ? ഉള്ള സമയത്തല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കേട്ടാ. ഉല്ലാസ് ഷിബിർ. നിങ്ങളുടെ വീഡിയോ ഒരു മെഡിസിൻ കൂടിയാണ് എനിക്ക്. ഇന്നലെ മുതൽ നല്ല ക്ഷീണത്തിലായിരുന്നു എൻ്റെ ശരീരം. എന്തോ ഇന്ന് കാലത്ത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിനും ശരീരത്തിനും നല്ല ഉന്മേഷം. ചെടി നടുന്നതും പാചകം ചെയ്യുന്നതും അതിനിടയിൽ അജു സഹോൻ്റെ തമാശകളും എല്ലാം മനസ്സിന് ആനന്ദം നൽകുന്നു. ഞങ്ങളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ എന്നും നിങ്ങൾക്ക് ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതാണ് നമുക്ക് കിട്ടുന്ന എനർജി, നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും. ചക്ക കൂട്ടാനും മാങ്ങ കൂട്ടാനും ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന കാര്യങ്ങളാണ് ആളുകൾക്ക് കാണാൻ. അല്ലാണ്ട് ഇതൊക്കെ എല്ലാവരും ഇപ്പൊ നമുക്കിപ്പോ ചക്ക എരിശ്ശേരി വേണം, അല്ലെങ്കിൽ ചക്കപ്പുഴുക്ക് വേണം, അല്ലെങ്കിൽ മാങ്ങ കൊണ്ടുള്ള മാങ്ങക്കറി വേണം. ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് 2 മിനിറ്റിന്റെ 3 മിനിറ്റിന്റെ വീഡിയോകളായിട്ട് ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ നമ്മുടേതായ ശൈലിയിലുള്ള ഇത് വർത്താനം ചിലപ്പോൾ കിട്ടില്ല. അത് ആസ്വദിക്കുന്നവരാണ് നമ്മൾ. പിന്നെ റെസിപ്പി മാത്രമായിട്ട് ഇട്ടു ഒറ്റ ആള് കാണില്ല നമ്മുടെ വീഡിയോ, പതിവ് പേര് കാണില്ല. ഞങ്ങൾ അങ്ങനെ കിട്ടോക്കിയിട്ടുണ്ട്. 3-4 മിനിറ്റിന്റെ ഒക്കെ വീഡിയോകളൊക്കെ ഇട്ടോക്കിട്ടുണ്ട്, റെസിപ്പി മാത്രമായിട്ട്. പക്ഷെ വ്യൂസ് ഇല്ല. 5 മിനിറ്റിന്റെയും 4 മിനിറ്റിന്റെയും ഒക്കെ ഇട്ടുണ്ട് പണ്ട്. അപ്പൊ ആളുകൾ പറഞ്ഞതേ ഇങ്ങനത്തെ നമുക്ക് വേണ്ട, നിങ്ങൾ വർത്താനം പറഞ്ഞാൽ മതി. റെസിപ്പി മാത്രമായിട്ട് തരുന്ന ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ റെസിപ്പി ഇത് കാണാനല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. എനിക്ക് ഇഷ്ടം പോലെ ഷാൻജിയോ എന്ന് പറഞ്ഞ വീഡിയോ മാത്രം കണ്ടാൽ മതി. നമ്മള് ഷാൻജിയോനെ ഞാൻ പ്രൊമോട്ട് പറയാണ്. ആ വീഡിയോ മാത്രം ഉണ്ടാവും. നമുക്ക് റെസിപ്പി മാത്രമേ ഉണ്ടാവും. ഒരു 3.5 മിനിറ്റ് 2.5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു വീഡിയോയിൽ. കൃത്യമായിട്ട് നമുക്കൊരു സാധനം വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെ എടുത്ത് ഇത് ചെയ്യാം. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓരോന്നും ചിലപ്പോൾ എടുക്കുന്നതായിരിക്കും, വളരെ സ്ലോവിലായിരിക്കും. അതെടുത്തുള്ളി എന്ന് പറഞ്ഞ ആ ചാനൽ അതെ നല്ല കൃത്യമായിട്ട് അങ്ങനെ കുറെ വീഡിയോ ഉണ്ട്. പിന്നെ ഷോർട്സുകൾ കണ്ടാൽ മതിയല്ലോ, റീൽസുകൾ അങ്ങനത്തെ കണ്ടാൽ മതിയല്ലോ. നമുക്ക് എളുപ്പത്തില് അല്ല സമയമല്ലേ, നമുക്ക് പറഞ്ഞു കൊടുക്കണല്ലോ. അടുത്തത് വിനോദിനി KP. സരിത മുളക് വഴറ്റുമ്പോൾ അജു കുമ്പിട്ട് നോക്കുന്നത് കണ്ടപ്പോൾ ചിരിച്ചുപോയി. മുളക് കടിച്ച് നാവ് പോയി, പൊട്ടി തെറിച്ച് നീ കണ്ണും പോണ്ട. മാനസിക രോഗികൾക്ക് രോഗം മാറിയെന്നറിയാനാണ് മൂടില്ലാത്ത ബക്കറ്റ് കൊടുക്കുന്നത്. രോഗം മാറിയവർ വലിച്ചെറിയും, രോഗം മാറാത്തവർ കോരിക്കൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സരിതയുടെ ചെടിപ്പാട്ട് സൂപ്പർ. മനസ്സിലായി ചേട്ടാ. അടുത്തത് സതീദേവി. ഇന്നത്തെ പാചകം ഉഗ്രൻ. മുളക് കൂട്ടാനും കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും പപ്പടവും ചേർന്നൊരു ഊണ് ഗംഭീരം. പണ്ടത്തെ അമ്മമാരെല്ലാം പപ്പടം കാച്ചി ആ എണ്ണയിൽ തന്നെ കൂട്ടാൻ കടുക് വറക്കും. മെഴുക്ക് പുരട്ടിയോ തോരനോ വറുത്തിട്ട് ആ എണ്ണ തീർക്കും. ഒരു പ്രത്യേക സ്വാദാണ് അതിന്. ഇപ്പോഴാണ് അതെല്ലാം ചീത്തയായത്. വീണ്ടും കാത്തിരിക്കുന്നു. ഒരുപാട് ഇഷ്ടം. അടുത്തത് രവി PK. ജാട ഒട്ടുമില്ലാത്ത 2 പേർ. ഞാനും കൊത്തി അടുത്ത ദിവസം ഒരു സൂപ്പർ നേന്ത്ര വാഴക്കുല സ്വന്തമായിട്ട് വാഴ നട്ട് പരിചരിച്ച് വിളവെടുക്കുന്നത് ആനന്ദം തന്നെയാണ്. ശരിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കാതെ സ്വന്തം ചിന്തയ്ക്കും നിഗമനത്തിനും അനുസരിച്ച് ജീവിക്കുന്ന അജുവിന് അഭിനന്ദനങ്ങൾ. അടുത്ത് കൃഷ് കുന്നംകുളം. സരിത ചേച്ചി, പച്ചടിക്ക് കടുക് അരയ്ക്കുമ്പോൾ പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ചതയ്ക്കാനേ പാടൂ. ഇനി അരയ്ക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം കടുക് മതി. കൂടിപ്പോയാൽ ഭയങ്കര കെമിക്കൽ സ്മെല്ല് വരും. നമ്മൾ കടുക് ഇത്തിരി കൂടുതലാന്ന് തോന്നുന്നു. കടുകിന്റെ ഇത്തിരി സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ അജു ചേട്ടനോട് മുളക് പച്ചയ്ക്ക് തിന്നുന്ന സാഹചര്യം നിർത്താൻ പറയും. കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ വായ ഇരിക്കുന്നു. ഇന്നത്തെ പാചകം സൂപ്പർ. അടുത്തത് ശ്രുതി ഗിരീഷ്. ചേച്ചി കവിത പാടണം, അത് കേൾക്കാൻ നല്ല രസമാണ്. പ്ലീസ് ബിഗ് ബോസിലെ പോലെ 27x7 വീഡിയോസ് കാണിച്ചാലും മടുക്കില്ല എൻ്റെ അമ്മേ. അപ്പം ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, എല്ലാ റൂമിലും ക്യാമറ വയ്ക്കാം. രാവിലെ സമയം 7:30. അജു അല്ലേ ചേട്ടാ? എന്തൊക്കെയോ എന്ന് പറഞ്ഞ് സരിതയുടെ പിന്നാലെ വരുന്നു.
മിക്കവാറും അത് തന്നെയായിരിക്കും എല്ലാ വീഡിയോയിലും കാണാൻ എൻ്റെ പിന്നാലെ നടക്കണത്. ഇപ്പോൾ എനിക്ക് അഡിഷൻ ആയിപ്പോയി നിങ്ങളുടെ വീഡിയോസ്. എനിക്കും എപ്പോഴും അജു ചേട്ടൻ്റെ പോലെ വാക്കുകൾ തെറ്റിപ്പോകും. ചേട്ടനും പിള്ളേരും എന്നെ കളിയാക്കും എൻ്റെ മണ്ടത്തരം കേട്ടിട്ട്. അതിനുണ്ട് കുറേ പേരുണ്ട് ഭയങ്കര രസമാണ് തെറ്റി പറഞ്ഞിട്ടേ. അല്ല അത് മറ്റവർക്ക് ചിരിക്കാനുള്ള ഒരു ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമില്ല. സന്തോഷം അപ്പോൾ അവർ പേശികളൊക്കെ വികസിക്കും, ഞരമ്പുകളൊക്കെ ഉത്തേജിക്കപ്പെടും, രക്തോട്ടം കൂടും, നല്ല നല്ല എന്താ പറയുക പ്രസന്നത കൂടും അത് മൂലം. ഇപ്പോൾ നമ്മുടെ ഇതൊരു ഔഷധമാണ്, നമ്മുടെ വീഡിയോ ഒരു ഔഷധമാണ് കുറേ പേർക്ക് കേട്ടോ. തീർച്ചയായിട്ടും. അടുത്തത് സ്നേഹലത നായർ. സൂപ്പർ പൊട്ടാറ്റോ കറി. ദ മുളക് കറി ലുക്സ് ഗ്രേറ്റ്, ടേസ്റ്റി മീൽ. വാട്ട് സരിത ടെൽസ് ഈസ് കറക്റ്റ്. പ്ലീസ് ഡോണ്ട് ടെൽ മൂത്രം വേർഡ്. Nowadays it's washroom, restroom, toilet. What if someone tells that Aju is a great YouTuber but says this word? Sarida will feel sad. As you are a YouTuber, it's important. Aju is plain person, no jada talking. But for family's sake, it's better to use these words. Aju was dull today. What happened? Sarida smart as usual. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനോട് ആ വീഡിയോ കണ്ടപ്പോൾ ചേട്ടൻ ഭയങ്കര ഡള്ളായിട്ടാണ് എൻ്റെ മുളക പച്ചടിയിൽ. അത് ഞാൻ അവിടെ നിന്ന് വെറുതെ ഇരിക്കല്ലേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങി നടക്കണമെന്നില്ല. മഴ പെയ്ത കാരണം കൊണ്ടാണ് കേട്ടോ. മഴ പെയ്തില് ചേട്ടൻ എന്തുട്ടെങ്കിലൊക്കെ ഇവിടെ ഓടി നടന്ന് നല്ല വിക്രിയകളൊക്കെ കാട്ടി കൂട്ടിയാൻ. അപ്പം ഉഷാറ് വന്നേനെ. അപ്പം അവിടെ ഇരുന്നപ്പോൾ ആൾക്ക് തണുപ്പമട്ടായിരുന്നു. അടുത്തത് റിയാസ്. ആദ്യം തന്നെ ആ ഫ്ലാറ്റ് അവിടെ നിന്ന് പൊളിച്ച് കളയണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. ആ ഫ്ലാറ്റിന് എന്തോരം പരസ്യം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണല്ലേ. അതിൻ്റെ ഓണറിനെ ഒന്ന് കണ്ടിട്ട് പറയായിരുന്നു വല്ല പൈസ തരാൻ. എന്നാലും മുളക് കടിച്ച അജു ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന്. ജ്യോതി ചേച്ചിയോട് പറയണം ഇനി മുതൽ സരു എന്നും കുരു എന്നും വിളിച്ചാൽ മതിയെന്ന്. അതാകുമ്പോൾ ഒരു മാച്ച് ഉണ്ട്. സരു സഹോ അങ്ങനെ വിളിക്കണം, അതിന് വരെ സരു എന്നും കുരു എന്നും വിളിച്ചാൽ മതിയെന്ന്. അടുത്തത് സിജി രാജേഷ്. പഞ്ചാരക്കായൻ്റെ മരം വെക്കൂ, വേഗം റൗണ്ട് ഷേപ്പ് തണൽ വരും. അതായത് പഞ്ചാരക്കായൻ്റെ മരം ഈ അത്തീനിയാണോ വലിയ വട്ടയാലുള്ളത്? ഇത് തണലിന് വേണ്ടിയിട്ടല്ല, തണൽ അത്യാവശ്യം മതി നമുക്ക്. ഭയങ്കര തണൽ വേണ്ട, ഭയങ്കര തണലായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭംഗി പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മരങ്ങൾ തന്നെ ഇവിടെ പൈപ്പ് പൊട്ടലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനത്തെ വലിയ മരങ്ങളായി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ വേരുകളൊക്കെ വീടിന് അതാണ് നിറച്ച് കേബിള് മണ്ണൊലിച്ച് പോയിട്ടേ വേരൊക്കെ പൊന്തി ചില മരങ്ങളൊക്കെ ചെരിയ നമുക്ക് മഴ പെയ്യുമ്പോൾ പേടിയും. എങ്കടെ മരം വന്ന് അവരവിടേക്ക് വീണാലും അവരെ വീടുമ്പോൾ പണിത് കൊടുക്കേണ്ടി വരും, ഇങ്ങോട്ട് വീണാലും പ്രശ്നം. അതുകൊണ്ടാണ് അങ്ങനത്തെ കുറെ ദൂഷ്യഫലങ്ങളുണ്ടല്ലോ ഈ മരങ്ങൾ വലുതായി. വലിയൊരു മരത്തിന്റെ വലിയ ചില്ല കോഴിക്കോട് മില്ലിക്ക് അന്ന് വീണല്ലോ. ഇതിപ്പോ അത്യാവശ്യം നാണാലും മതി, അത്രേ വേണ്ടോ. അപ്പൊ അതിനുള്ളതാണ് വെച്ചിട്ടുള്ളത്. അടുത്തത് അധികം വേരധികം ശല്യം ആകില്ലാന്ന്. ഏത് ഈ പഞ്ചാരക്കായന്റെ മരം, അതെന്തൊട്ട് മരണാവോ. ധാരാളം കിളികൾ വരും, നമുക്ക് തന്നെ വെട്ടി ഒതുക്കി നിർത്താം. കൊണ്ടാട്ടമുളകിന് എരിവുണ്ടോന്ന് ആരെങ്കിലും തിന്ന് നോക്കുമോ മനുഷ്യ? അടുത്ത സിമ്പിൾ കറി വേൾഡ്. എൻ്റെ ചോദ്യം ചേച്ചിയോടാണ്. സരിതേച്ചി അജു ഏട്ടന് ദേഷ്യം വരാറുണ്ടോ? പിന്നെ ദേഷ്യം സാധാരണ എല്ലാവർക്കും വരുന്ന പോലെ ദേഷ്യം എനിക്കും വരാറുണ്ട്. അടിപൊളിയായിട്ട് വരും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂം തന്നെ വരും, അതേപോലെ തന്നെ പോവും. മിനിറ്റ് സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ ദേഷ്യം വരാം. എന്തിനാണ് എനിക്ക് ദേഷ്യം വന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. അപ്പോഴേക്ക് ആ വരവും എന്തെങ്കിലും ആ ദേഷ്യം വന്നതിൻ്റെ ഇതിൽ പറയലും അതോടുകൂടി ആ ദേഷ്യം പോലും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചേട്ടൻ്റെ ദേഷ്യം പെട്ടെന്നൊന്നും ചേട്ടൻ്റെ ദേഷ്യം വരില്ല ചേട്ടാ, ഇതിങ്ങനെ ചിരിക്കുന്നേ ചെയ്യാറുള്ളൂ. പക്ഷെ ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പോവില്ല. അജയ്യോ ഭയങ്കര പാടാ. അതിങ്ങനെ ആ ദേഷ്യം ഇങ്ങനെ കൊണ്ട് നടക്കും ചേട്ടൻ. പെട്ടെന്നൊന്നും ആ ദേഷ്യം കുറേ സമയത്ത് ആ ദേഷ്യം നിൽക്കും, പിന്നെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ചിരിച്ച് വരുന്നുണ്ടാവും. അങ്ങനെയുണ്ട്. ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഇത്രയും പാവം മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് എൻ്റെ ദേഷ്യം കുറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ സരിതേച്ചി ചേട്ടനോട് സമാധാനത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ക്ഷമ പഠിച്ചു. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ആളായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ കൂടെ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷമ കിട്ടി. എന്നോട് ചോദിക്കാറുണ്ട് പലരും എങ്ങനെ ക്ഷമ കിട്ടണമെന്ന്. പക്ഷേ എനിക്ക് ക്ഷമ കിട്ടി. അത് ചിലപ്പോൾ എൻ്റെ ആ ക്ഷമയില്ലായ്മയ്ക്ക് എനിക്ക് ചിലപ്പോൾ ദൈവം തന്ന ശിക്ഷയായിരിക്കും ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ. നമ്മളൊരു ഭീകരനേ അല്ല, തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഭീകരൻ, ഒരു പച്ചപ്പാവാണ്. പക്ഷെ ദുഷ്ടൻ അല്ല ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യില്ലോ. അപ്പൊ അതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അടുത്തത് അപ്പൊ ശുദ്ധന്റെ സ്ത്രീലിംഗം ശുദ്ധ ശുദ്ധി ശുദ്ധി അല്ല ശുദ്ധ ശുദ്ധ ദുഷ്ടതീരെ ഫലം ചെയ്യുന്നു ഞാൻ പറഞ്ഞോ. ശുദ്ധാരാ? ഞാൻ ശുദ്ധയൊന്നുമല്ല, ചേട്ടനല്ലേ ശുദ്ധൻ നിഷ്കളങ്കൻ. ഞാനങ്ങനെ പറയണമെന്നില്ല, ഞാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. അവരൊരു
ചേട്ടാ അതിപ്പോ നമ്മൾ തന്നെ സ്വയം ഞാനൊരു ശുദ്ധനാണ് എന്ന് പറയില്ലല്ലോ, മറ്റുള്ളവരാണല്ലോ നമ്മുടെ സ്വഭാവം കൊണ്ട് വിലയിരുത്തുന്നത്. ശുദ്ധനാണോ, ശുദ്ധയാണോ, നിഷ്കളങ്കനാണോ, അല്ലാത്ത ആളാണോ എന്നൊക്കെ. അപ്പോൾ ചേട്ടന് ഇത്ര കാലം കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ചേട്ടൻ്റെ ക്യാരക്ടർ. ചേട്ടനൊരു നിഷ്കളങ്കനാണ്. അതായത് എന്ത് എവിടെ പറയണം അത് കളങ്കം ഒട്ടുമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് ഒന്നും ചിന്തിക്കില്ല. കുഞ്ഞു കുട്ടികളുടെ പോലെയാണ് ചേട്ടൻ. അപ്പോൾ എന്ത് വേണ്ടാവുക, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു. മനസ്സിലായ? നമ്മുടെ നഗരങ്ങളിൽ രാപ്പാർക്കാം ചെന്ന് രാപ്പാർക്കാം എന്ന് പറഞ്ഞ സിനിമയിലത്തെ ശ്രീനിവാസൻ ശുദ്ധനാണ്. പക്ഷെ ചെയ്തു കൂടണം. നമുക്ക് തന്നെ ശ്രീനിവാസനോട് ദേഷ്യം തോന്നില്ല. ആ സിനിമയിൽ ശ്രീനിവാസനെ ജയറാം കൊണ്ട് കളയാനൊക്കെ പോയില്ലേ. പക്ഷെ ഞാൻ വേറെ ആരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവാറില്ല. ഒരാളെ കാര്യത്തിലും വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുന്ന അവരുടെ കാര്യം. അതായത് ഇവർക്ക് വിശുന്നവരയിൽ പൈസ ഇല്ലാണ്ട് ഹോട്ടലിൽ കയറും. നീയല്ല പാറ്റാനിട്ടത്, വഴിയിൽ കിടന്ന പാറ്റാനെ നീയല്ല ഇട്ടത് പറയില്ല ആരെല്ലാം മുന്നിൽ വെച്ചിട്ട്. അത് ശരിക്കും ഇത് പോണ്ട സാധനമായിരുന്നു. പക്ഷെ അതാ കള്ളത്തരം അറിയില്ലേ ശ്രീനിവാസന്. അപ്പൊ അതാണ് പറയണേ, ശുദ്ധനാണ്, പാവാണ്, പക്ഷെ ദുഷ്ടന്റെ ഫലം ചെയ്യും. അതാണ് സംഭവം. അടുത്തത് ശരത് CB ബാബു. ഒരു മഴക്കാര് കാരണം ഫേമസ് ആയൊരു ബിൽഡിംഗ്. ആ ഫ്ലാറ്റിന്റെ ബിൽഡർ പോലും ഇത്രയ്ക്കും പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടാവില്ല. ഇന്നത്തെ ചോറൂണ് കണ്ട് ശരിക്കും കൊതി വന്നു. ആ ഫ്ലാറ്റിന്റെ മുകളിൽ നോക്കി നമ്മുടെ വീട് കാണാം. അടുത്തത് സുജിത് ചന്ദ്രൻ. പച്ചയ്ക്ക് തിന്നു, ചുള തിന്നു, വരിക്ക തിന്നു, ഉച്ചയ്ക്ക് കുളി കഴിഞ്ഞൊരു ചക്ക തിന്നു, അത്താഴവും ചക്ക നാരായണ, തലയിണയ്ക്കുമോരൊത്ത ചക്ക എന്ന് ജഗ്ഗുവിനെ കൊണ്ട് പറയിപ്പിക്കുമോ? നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറയിപ്പിക്കാൻ നോക്കാം. ക്രിസ്ത്യാനികൾ ചക്കയുള്ള വീട്ടിൽ യോഗം വെക്കണം, അത് കൊത്തനായാലും ഞങ്ങൾ തിന്നോളാം എന്ന് പാടാറുണ്ട്. പനസി ദശായാം പാശി എന്ന് വെച്ചാൽ പനസം ചക്ക, പനസി ചക്കി, ദശം 10, ദശയാം നിറ 10 പാശം കയർ, പാശി കയറി. എന്തൊട്ട് കീതിച്ചാണ്. എങ്ങാനൊരു കണക്ക് ശരിയായാൽ ചക്ക വീണ് മുയൽ ചത്ത കഥ പറയുന്ന കണക്ക് മാഷിനെ ഓർമ്മയില്ലേ? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ വേണൽ ചക്ക വേരിലും കായ്ക്കും എന്ന് സ്നേഹത്തോടെ പറയുന്ന ടീച്ചറിനെ, ചക്ക പ്ലാവിൽ കണ്ട് മീശയ്ക്ക് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞ് എടുത്തുചാട്ടത്തെ തടയുന്ന അമ്മാവനെ, ഹിന്ദു പുരാണത്തിൽ ദേവനർത്തകി ഉർവശി ഇന്ദ്രനോട് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഇല്ലാത്തൊരു പഴം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ദ്രൻ്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ പ്രകാരം ബ്രഹ്മാവ് പാലാഴിയിലെ ഒരു തുള്ളി വെള്ളമെടുത്ത് പ്ലാവിനും ഉണ്ടാക്കി. മിക്കവാറും തേൻവരിക്കാകാനാണ് സാധ്യത. പെണ്ണുരുമ്പിട്ടാൽ ബ്രഹ്മനും തടുക്ക എന്നതായാലും ചക്ക പുരാണം തുടരട്ടെ. നാട്ടിലിപ്പോൾ ബംഗാളി കഴിഞ്ഞാൽ ഒടുക്കത്തെ ഡിമാൻഡ് ചക്കയ്ക്കാണെന്ന് കേൾക്കുന്നു. കമൻ്റ് വായിച്ചിട്ട് പണ്ഡിതനാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത കമൻറ്റ് നമ്മൾ ചെപ്പാറയ്ക്ക് പോയിട്ടുള്ള വീഡിയോയിലത്തെ കമൻ്റാണ്. സനോജ് ഡി അർജുനൻ. ചെപ്പാറയിലെ റീൽസ് ചെയ്യുന്ന കുട്ടികളെ വെറൈറ്റി സ്റ്റെപ്പുകളിട്ട് പ്രകമ്പനം കൊള്ളിച്ച ചേട്ടൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും കാണാനില്ല. ഭയങ്കര. ചെപ്പാറ സൺസെറ്റിൽ അതിമനോഹരമാണ്. എല്ലാ ക്ഷീണവും മാറ്റാൻ അൽത്താസിൽ വന്ന് ഷവർമ കഴിച്ചില്ലായിരുന്നെങ്കിൽ ഒരു എൻ്റെ പഞ്ചും ഉണ്ടായേനില്ല. തൃശ്ശൂർക്കാരുടെ കുഞ്ഞു കുഞ്ഞു മനോഹര കാഴ്ചകൾ ഒരുക്കിയ ഈ വീഡിയോ എന്നത്തെയും പോലെ സൂപ്പർ. സ്നേഹം മാത്രം ചേട്ടാ, ചേച്ചി ജഗൂസ്. നമ്മൾ മറ്റേ ഷവർമ വീട്ടിലുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടില്ലേ, അതിൽ വന്ന ഒരു കമന്റാണ്. ആരട്ടെയാ പോട്ടാ ഓർമ്മയില്ല. തൃശ്ശൂരിലെ അൽത്താസേന്ന് നിങ്ങൾ പോയിട്ട് ഷവർമ കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ പറയുന്നുണ്ട്. കുക്കുഡോറിന് എവിടെന്നോ കഴിച്ചിട്ട് ഞങ്ങൾക്ക് അത് ഞാൻ ബാക്കി വെച്ചു, എനിക്ക് കഴിക്കാൻ എന്നെ പറ്റിയില്ല. തല്ലിപ്പൊളിയൊരു സാധനം. അപ്പോൾ അതോടുകൂടി ഷവർമ എന്ന് പറയുന്ന സാധനത്തിനോട് തന്നെ വെറുപ്പ്. ഇത് എന്തിനാ ആളുകൾ ഈ ഷവർമ കണ്ട് പിന്നെ പരക്കം പായണെന്ന് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിൽ ഈ കമൻറ്റ് വന്നത്. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു, അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർക്ക് പോയിട്ട് ഇതൊരു ഫോൺ ഈ അൽത്താസ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരണ, നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങിയിട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നു. പക്ഷേ എന്താ ടേസ്റ്റ്, അടിപൊളി സാധനം. അങ്ങനെ ഞങ്ങളും അതിൻ്റെ ആരാധകരായി മാറി. ഇപ്പോൾ മാസത്തിലൊരിക്കൽ ചിക്കിങ് ചേട്ടൻ വാങ്ങിച്ചു തരാറുണ്ട്. അത് നിർത്തി. അതിന് പകരം മാസത്തിലൊരിക്കൽ ഷവർമയായി. ഷവർമയാക്കിപ്പോൾ 2,000 രൂപ പോവും. അപ്പോൾ അങ്ങനെയൊക്കെയിപ്പോൾ അല്ലാണ്ട് എന്നും ഒന്നും ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അത് പറയുന്നുണ്ട്, ഒരു കമന്റ് ഉണ്ടായിരുന്നേ, അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ച് വയറ് കേടാക്കി ഭക്ഷണം കഴിക്കാൻ പോകാറില്ല. ഇല്ല, അതെല്ലാവരും പറയാറുണ്ട്. എന്തെങ്കിലും ഒരു നല്ല സാധനം വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് കമന്റ്സ് തരാറുണ്ട്. നല്ല സാധനം കിട്ടുന്ന സാധനം നമ്മുടെ വീട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ പുറമത്തെ ഭക്ഷണമുള്ളൂ. അതെ, അപ്പോൾ അങ്ങനെ വാങ്ങി തരാറില്ല. ഞങ്ങളത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുമില്ല.
അടുത്തത് രശ്മി ഷൈജിത്ത്. എൻ്റെ സരിതേ ചിരിച്ച് വയറിൽ നീര് വെച്ചു, മൂത്രം ഒഴിക്കുന്ന സ്ഥലം, ബലാത്സംഗത്തിനായി ഓടിയ ഓട്ടം, തേങ്ങാ സംസ്കരണം. ചേട്ടാ ആരെങ്കിലും മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. എല്ലാം കൂടി ആയപ്പോൾ ഇന്നത്തെ ട്രാവൽ വ്ളോഗ് പൊളിച്ചു. ശരിയാട്ടാ, ആ വീഡിയോ കണ്ട് ഞങ്ങളും കുറേ ചിരിച്ചു. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങൾ തന്നെ കുറേ ഇരുന്ന് ചിരിച്ചു. അവൻ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ പറയണത് അധികം ശ്രദ്ധിക്കില്ല. അവൻ ഇത് ഇങ്ങനെ ഫ്രെയിം കറക്റ്റ് അതൊക്കെ നോക്കലാവേ. അപ്പം ഞങ്ങൾ പറയണത് അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. നമ്മൾ വീഡിയോ എങ്ങനെ ഈ ക്യാമറമാൻ ചിരിക്കാണ്ട് വീഡിയോ എടുക്കണേന്നൊക്കെ കമൻസ് വരാറുണ്ട്. അവൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കുറേ ആൾ കാണും. അടുത്ത് പ്രിയ സുനിൽ വ്ളോഗ്സ്. അജു ചേട്ടാ സരിതേച്ചി, ഞങ്ങൾ അൽത്താസയിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. വെങ്ങണിശ്ശേരിയിലാണ് വീട്. കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കണം വിചാരിച്ചത്. പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ നിർത്തിയാൽ ഗുണം കിട്ടണ കാര്യമല്ലേ. നമ്മൾ പൈസ ഒന്നും വാങ്ങിയിട്ടൊന്നുമല്ല, നമ്മൾ പൈസ കറക്റ്റ് അടച്ചിട്ട് തന്നെയാണ് ഇത് വാങ്ങിക്കണം. നോക്കിയും ഫ്രീ ആയിട്ട് വാങ്ങിക്കൊന്നും ചെയ്യില്ല. അപ്പൊ ചിലപ്പോ പറഞ്ഞെങ്കിൽ കുറച്ച് സമയത്ത് ഈ പാട്ട് നിർത്തി തന്നേനെ. ഹിന്ദി പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഹിന്ദി തമിഴ് പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത മാസം 10-ാം തീയതി അല്ല 10-ാം തീയതി കണ്ടല്ലേ പോയി നമ്മള്. അല്ല 10-ാം തീയതി അല്ല 5-ാം തീയതി 10-ാം തീയതി ആവാൻ പോണുള്ളൂ അല്ലേ. അടുത്ത് പ്രസിദ്ധ ഹരി. നമ്മൾ സാധാരണക്കാരൊക്കെ അങ്ങനെ സരിതേ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാന്നൊക്കെ ചോദിക്കും. കളിയാക്കല്ലേ. സരിതയുടെ അഭിപ്രായം നല്ലത് തന്നെയാണ് കേട്ടോ, കുറ്റപ്പെടുത്തിയതല്ല. ജഗ്ഗു വരെ പറഞ്ഞു മൂത്രപ്പുരാന്ന് ചോദിച്ചുകൂടെ അച്ഛനെന്ന്. മൂത്രം ഒഴിക്കുന്ന സ്ഥലം എന്ന് കാണിച്ചു തരും വെച്ചേക്കണേന് വഴി. അടുത്തത് ജയൻ വിജയ. സരിതയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. നർമ്മം കലർത്തിയുള്ള സംസാരം എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോളെ. താങ്ക് യു. ഏറ്റവും തമാശയില് വർത്താനം പറയാൻ സാധ്യതയാണ്. എപ്പോഴും ഇങ്ങനെ ഓരോ നർമ്മം അതിൽ വരും. എവിടെ? നമ്മുടെ വീട്ടിൽ മൊത്തത്തിലും രാഗിയാണ്. രാഗി വർത്താനം പറയായിരുന്നു. ചിരിച്ചാവും നമ്മള്. ഇത്തിരി ബോറടിക്കും ഇടയില്, എന്നാലും നല്ല രസമാണ് രാഗിയുടെ സംസാരം കേൾക്കാൻ. ടോമെൽദോ. പ്രകൃതമായ മനോഹര കാഴ്ചകൾ. ക്യാമറാമാൻ നന്നായി ഉപയോഗപ്പെടുത്തി. സിനിമാനുഭവങ്ങളും പാട്ടും നന്നായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ വിശക്കുന്നത് എല്ലാവർക്കും ഉള്ളതാണല്ലേ. അത് തന്നെ ശരിയാ. നാടൻ ഫുഡ് ഒന്ന് മാറ്റി പിടിച്ചത് നന്നായി. കുറച്ച് ജങ്ക് ഫുഡൊക്കെ ആകാം. കുട്ടികളെല്ലാം ശീലിക്കണം. വേറെ വല്ല രാജ്യത്തും പോയാൽ ജീവിക്കണ്ടേ. അടുത്തത് അനിത പ്രവീൺ. വാഗമണിലേക്ക് പോകൂ ചേച്ചി. മൊട്ടക്കുന്നും പൈൻ ഫോറസ്റ്റും ഗ്ലാസ് ബ്രിഡ്ജും. എന്ത് ഭംഗി. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ. വേണ്ട ചേട്ടാ, അവിടെ ഇരുന്ന് ഞങ്ങൾ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരാം കേട്ടാ. എന്ത് ഭംഗി അവിടെ കാണാൻ. പ്രത്യേക വൈബാണ്. തീർച്ചയായും പോകേണ്ട സ്ഥലമാണ് ചേച്ചി. പോണട്ടോ ചേച്ചി ചേട്ടാ. അവിടെ കുറെ പേര് പരിചയമുള്ളവരുണ്ട്, നമുക്ക് വിളിക്കുന്നൊക്കെ പോയിട്ടൊന്നുമില്ല മാത്രം. അടുത്തത് ഡാലിയ സാബു. ഒരുപാട് ട്രാവൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത്രയും ചിരിച്ചുകൊണ്ടൊരു ട്രാവൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് രസം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. സരിതയുടെ ചെരുപ്പ് ഒന്ന് മാറ്റായിരുന്നു. അതന്നെ എനിക്ക് അബദ്ധം പറ്റി. കാക്കകൾ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഷൂസാണ് നല്ലത്. ആ തോർത്ത് എന്തിനാണ് കൊണ്ടുപോയത്? ജഗ്ഗുവിന് ഇറങ്ങാമായിരുന്നു. അധികം ഒഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവരോട് കുറേ പറഞ്ഞു ഇറങ്ങാം. പക്ഷെ അവന് ഒരു കൂട്ടില്ല എന്ന് പറഞ്ഞിട്ടേ. നമ്മുടെ റിൻഡൻ ക്രിസ്റ്റിയില്ലേ, അവരുടെ പിള്ളേരുണ്ട് മമ്മൂ ലല്ലു. അവര് വേണ്ടതായിരുന്നു. അവരും കൂടി ഉണ്ടായി ഞാൻ ഇറങ്ങിയാനേ അവിടെ നിന്ന് പറയായിരുന്നു. അവൻ ചേട്ടനും ഇറങ്ങിയില്ലല്ലോ. അപ്പം അവന് പിന്നെ അവിടെ പരിചയമില്ലാത്ത കുറേ ആളുകളല്ല അവിടെ നിൽക്കണം. അപ്പം അവനൊരു മടി ഇറങ്ങാൻ. എന്തായാലും നമ്മുടെ യാത്ര വ്ളോഗ് കണ്ടിട്ട് ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഞാൻ പറയാറുണ്ട്, നമുക്കിപ്പോൾ പാർക്കിൽ പോയാലും അല്ലെങ്കിൽ അമേരിക്കയിൽ പോയാലും മറ്റിടത്തേക്ക് പോയാലും മൃഗശാലയിലേക്ക് പോയാലും ഒക്കെ അതിലെന്തെങ്കിലുമൊക്കെ വരും, കോമഡി ഉണ്ടാവും. അത് നമുക്കൊരു ഭാഗ്യം. അത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചേട്ടൻ്റെ വയലിൽ തന്നെ ഓരോന്ന് വരും, എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വരും. അപ്പം അവിടെ പോയപ്പോൾ മറ്റേ സീതാകാളി സിനിമ ചേട്ടൻ അഭിനയിച്ച സിനിമയിലത്തെ അഭിനയിച്ചത് ഓർമ്മ വന്നു. മറ്റേ വട്ടായ അവിടേക്ക് പോയപ്പോൾ അല്ലേ, വട്ടായി അവിടേക്ക് പോയപ്പോൾ. അടുത്ത ജിൻസി ജിങ്കിൾ. സരിതയുടെ അജു എൻ്റെ മൂത്രം ഒഴിക്കുന്ന സ്ഥലം. ചോദ്യം വളരെ ഭംഗിയായിട്ടുണ്ട്. ചിരിച്ചിരിച്ചിരി മണ്ണ് കപ്പി. അജു അല്ലെങ്കിൽ ഒരു തമാശക്കാരനാണ്. അടുത്തത് ദർശന പ്രദീപ്. നല്ലൊരു യാത്ര. സരിത പാട്ട് പഠിക്കൂ, നല്ല ശബ്ദം, പാട്ട് പാടാനുള്ള കഴിവുണ്ട്. ദിസ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. അതൊന്ന് പോളിഷ് ചെയ്തെടുക്കൂ. അജുവിൻ്റെ ഡാൻസും കലക്കി. ഹിസ് റിയലി എൻജോയിങ് ഇറ്റ്. മേ ഗോഡ് ഓൾവേസ് ബ്ലസ് യു വിത്ത് ലോട്ട്സ് ഓഫ് ഹാപ്പിനെസ്. സന്തോഷം. അടുത്തത് രജീഷ് വി നായർ. ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോയിൽ. സരിത സംസാരിക്കുക. ഈ പഹയൻ്റെ വീഡിയോ കണ്ട് നമ്മൾക്കും വെള്ളികൾ വന്നു തുടങ്ങി. പലരും പറയുന്നുണ്ട്. അടുത്തത് ലക്ഷ്മി രാജേഷ്. ബലാത്സംഗ കഥ കേട്ട് ചിരിച്ച് കസാരമെന്ന് താഴെ വീണു.
വലുതും പറ്റിയ. അടുത്ത കൊച്ചുറാണി. അജു തനി നാടൻ മലയാളിയാണ്, വെറുതെ സായിപ്പിന്റെ ഭാഷ എടുക്ക മാട്ടെ, മലയാളത്തിൽ അതല്ലേ നല്ലത്, അത് മതി. അജു ഇനി ഇങ്ങനെ തന്നെ ചോദിച്ചാൽ മതി. സൂപ്പർ സ്ഥലം. അടുത്തത് ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരായിട്ടാ. അടുത്തത് സുജിചന്ദ്രട്ടാ. ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങാതെ കുറച്ച് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കൂ. പട്ടായ, ബാലി, ലെബനോൻ, മാൾട്ട, മൊണാക്കോ, ഒരു പരിധി വരെ പാരീസും. ഗോവയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെയാണ് പുണ്യസ്ഥലങ്ങൾ. ഇവിടെ സന്ദർശിക്കാനാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അടുത്ത് രജീഷ് വി നായർ. എൻ്റെ ഭർത്താവിനെ ഞാൻ ട്രോളും കളിയാക്കും, വേറെ ഒരുത്തനും വേണ്ട എന്ന് സരിത. ഡാൻസ് മാസ്റ്റർ വിക്രം. അടുത്തത് ദിവ്യാനിൽ. നല്ല എൻ്റർടൈനിങ് വീഡിയോ ആയിരുന്നു. നിത്യഹരിത നായകൻ നസീർ സാറിനെ പോലെ ചുള്ളനായി ഷൂട്ടിങ്ങിന് പോയ അജുവേട്ടൻ 4 ദിവസം കഴിഞ്ഞ് വന്നോ ശരിക്കും ഭ്രാന്തം വേലായുധനായ നസീറിനെ പോലെ. ഞാൻ അതോർത്ത് ചിരിച്ച് വയ്യാണ്ടായി. സരിതയുടെ മുണ്ട് കത്തിക്കേണ്ട അവസ്ഥ കൂടി കേട്ടപ്പോൾ എൻ്റെ അമ്മേ. പിന്നെ സരിതയ്ക്കും ചെകുവിന് വിശക്കുന്നു എന്ന് പറഞ്ഞാണ് ഹോട്ടൽ കയറുന്നതെങ്കിലും അജുവേട്ടൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങി തരുന്നുമുണ്ടല്ലോ. അപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല അജുവേട്ടനെ. ആ പേരിൽ ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഓക്കെ. പാവം ശുദ്ധൻ. ഒറ്റയ്ക്ക് നമ്മൾ പോയി കഴിക്കാറൊന്നുമില്ല, ഒരു സ്ഥലത്ത് പോയിട്ട് കഴിക്കാറില്ല. അതില്ല ചേട്ടാ. എത്ര വിശന്ന് പൊരിഞ്ഞാലും ചേട്ടൻ ഭക്ഷണം കഴിക്കാണ്ട് ഇവിടേക്ക് വീട്ടിലേക്ക് എത്തുള്ളൂ, പുറത്തുനിന്ന് കഴിക്കില്ല. അടുത്തത് റിയാസ്. അജു അന്ന് അഭിനയിച്ച സിനിമ വല്ല ഹിറ്റായിരുന്നെങ്കിൽ ഇന്ന് KP ഉമറിനും TG രവിക്കും പിൻഗാമിയായി ഒരു ബലാത്സംഗ വീരനായി ഇന്ന് വിലസിയാന്. അയ്യടാ അല്ല നോക്കിയതാ. ബലാത്സംഗമോ ആർക്കും കാണാൻ പറ്റിയില്ല. എന്നാ തോർത്തു എടുത്തു പോയ വകയിൽ ഒരു കുളിസീനെങ്കിലും കാണിക്കാമായിരുന്നു. കഴിഞ്ഞു. എന്തായാലും നല്ല രസമായിരുന്നു. നല്ല അതായത് കുറേ കമന്റുകളും ഉണ്ട്. നമുക്ക് എല്ലാവരും നമ്മളുടെ വീഡിയോ രസകരാവും തോറും അതിൽ വരുന്ന കമന്റ്സും ആളുകൾക്ക് നല്ല കുറെ ഭാവനകൾക്ക് അനുസരിച്ചിട്ടുള്ള ഇതുകളൊക്കെ വരും. നല്ല രസമായിരുന്നു. ചില റീൽസ് ചില വീഡിയോസ് ഒക്കെ ഉണ്ടാവും, അതിന്റെ കമന്റ്സ് ആയിരിക്കും ഭയങ്കര കമന്റുകൾ വായിക്കാൻ ഞാൻ നോക്കാറുണ്ട്. അതെ, ഒരാഴ്ചയൊക്കെ ചിരിച്ച് ചാവും. ചിലർ പറയും വീഡിയോ കാണില്ല, കമന്റ് ഒന്ന് വായിക്കണം പോകണം. വിദഗ്ധർ എന്താണ് പറയുന്നത് നോക്കാം, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഇതുകളുണ്ട്. നല്ല രസമാണ് കേട്ടോ കമന്റ് വായന. എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾ കമന്റുകൾ എഴുതുക, എല്ലാവരും വായിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. പരമാവധി പേരെ വായിക്കും കമന്റ് കേട്ടോ. അപ്പോൾ നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇതേ ഫ്ലാറ്റിൻ്റെ മുകളിൽ മഴക്കാരെ ഇപ്പോൾ മഴ പെയ്യും.